ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എൻ്റെ യൂട്യൂബ് ജേർണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ യൂട്യൂബ് ജേർണിനെ പറ്റി പറയാനായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയാനായിട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. വളരെ സന്തോഷമുണ്ട് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 100% യൂട്യൂബിൽ സക്സസ്ഫുൾ ആയതുകൊണ്ടല്ല, പക്ഷേ ഞാൻ സ്റ്റിൽ ഈ ഒരു പാഷൻ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം ഓർത്തിട്ട് വേണ്ടി മാത്രമാണ്. അപ്പം നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്, ലാസ്റ്റ് 1 മാസം 2 മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോസസ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു ഇൻപുട്ട് ഇതിലേക്ക് ഉള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ കഥ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. യൂട്യൂബിലേക്ക് ഞാൻ എപ്പോൾ വന്നു, എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എനിക്കൊന്ന് +1 +2 കാലഘട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് യൂട്യൂബ് ത്രൂ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ അറിയുന്നത്. പറഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നറിഞ്ഞു. ഓക്കെ ഫൈൻ. അന്ന് നമുക്ക് പഴയ ചെറിയ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെയാണ്. അപ്പം പോയി ചെറിയ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയിൽ മാത്രമേ ചെറുതുള്ളൂ, മറ്റേ വലിയ മോണിറ്ററൊക്കെ ഉള്ള സംഭവം. എന്നിട്ട് നമ്മൾ പോയി തപ്പുകയാണ്. എവിടുന്ന് എങ്ങനെ അറിയില്ല. നമ്മൾ യൂട്യൂബിൽ കയറി, അന്നത്തെ പോലെ ഗൂഗിളിൽ ഇത്രയും ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഇല്ല. അന്നൊന്നും നമുക്ക് അത്ര വലിയ അറിവുമില്ല, എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള അറിവ് പോലും ഇല്ല. എന്നിട്ട് നമ്മൾ പോയിരുന്ന് യൂട്യൂബിൽ നോക്കുന്നു, അവിടെ നോക്കുന്നു, ഇവിടെ നോക്കുന്നു. ഏകദേശം എനിക്കൊന്ന് 1 മാസത്തോളം എടുത്തു എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത്. അതായത് ഈ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ആ ഒരു ടാബ് ഉണ്ടല്ലോ, ആ ടാബ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത്ര സമയം എടുത്തു നമുക്ക്. എന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ആ സമയത്തൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ സ്പോട്ടിൽ മോണിറ്റൈസേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോ ഇടുന്നു, ഇപ്പം തന്നെ നമുക്ക് ആ ഒരു $, എനേബിൾ ചെയ്യാം. മനസ്സിലായോ? ആ ഒരു സെറ്റപ്പായിരുന്നു അന്ന്. അപ്പം അന്ന് അത് ആയി നമ്മൾ വീഡിയോസ് ഇട്ടു. നമുക്കന്ന് ചെറിയ ഫോണാണ്, നമ്മൾ വീഡിയോ എടുക്കുന്നു, അവിടുന്ന് ഇവിടുന്നൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നു, എന്നിട്ട് ചുമ്മാ പോസ്റ്റ് ചെയ്യുന്നു. അതിനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു, 2 ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു, 3 ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോരോ ചാനലായിട്ട് അങ്ങ് പോവുകയാണ്. കോപ്പിറൈറ്റൊക്കെ അടിച്ചങ്ങ് പോകാൻ നിങ്ങൾക്കറിയാമല്ലോ. ഇന്നത്തെ പോലെ തന്നെയാണ് അന്ന് യൂട്യൂബ്. കോപ്പിറൈറ്റ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അന്ന്. അപ്പം അങ്ങനെ പല ചാനലുകൾ പോയതിന് ശേഷം നമ്മൾ കുറേ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം നമുക്കിതിനെ പറ്റിയിട്ട് വലിയ അറിവ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും അന്ന് അതിനുള്ളൊരു മൈൻഡ് ഇല്ലാത്തതുകൊണ്ടും ഓക്കെ ചുമ്മാ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റി പോയി ചെയ്തതാണ്. അതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അങ്ങ് മാറ്റി 10,000 വ്യൂവിലേക്ക് കൊണ്ടുവന്നു. 10,000 വ്യൂവിൽ എത്തിയപ്പോഴത്തേക്ക് പിന്നെ 10,000 വ്യൂ എത്തിക്കണമെന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയി. അങ്ങനെ ആ ഒരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ അങ്ങനെ കുറച്ച് വീഡിയോസ് ചെയ്തു. പക്ഷേ എന്ത് ചെയ്തിട്ടും നടക്കുന്നില്ല എന്നൊരു സെറ്റപ്പായി. പിന്നീട് നമ്മൾ കുറേ നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 2018 ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്താൽ അമൽ വിശ്വനാഥ് വ്ളോഗ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യും. ഇപ്പോൾ പോയി സെർച്ച് ചെയ്യേണ്ട, പിന്നെ സെർച്ച് ചെയ്താൽ അമൽ വിശ്വനാഥ് വ്ളോഗ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പഴയ ചാനൽ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ 2018 നമ്മൾ വീഡിയോ ചെയ്തത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കുറേ നാൾ ചെയ്തു. എനിക്കൊന്നൊരു അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ ഇട്ടുള്ളൂ, ഒത്തിരി വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. 2 മാസം 3 മാസമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇപ്പോഴത്തെ പോലെ തന്നെ ഇങ്ങനെ ബ്രേക്ക് എടുക്കും. കുറച്ചാൾ വീഡിയോ ഇടും, ബ്രേക്ക് എടുക്കും, കുറച്ചാൾ വീഡിയോ ഇടും, ബ്രേക്ക് എടുക്കും. അങ്ങനത്തെ സെറ്റപ്പായിരുന്നു. അപ്പം അതിനുശേഷം നമ്മൾ കുറേ നാളിന് ശേഷം ഗീവ് അവേക്ക് വേണ്ടിയിട്ടൊക്കെ വീഡിയോസൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. ഗീവ് അവേക്ക് വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചാനൽ അടിച്ചുപോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസേഷനുള്ള അന്ന് ഉള്ള ചാനലായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗീവ് അവേ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പോളിസി ഉണ്ട് യൂട്യൂബിന്. അതുകൊണ്ടാണ് ഇപ്പോൾ യൂട്യൂബിലൊന്നും ആരും ഗീവ് അവേ ചെയ്യാത്തത്. അപ്പോൾ അന്ന് ആ ഒരു സംഭവം കൊണ്ട് നമ്മുടെ ചാനൽ അങ്ങ് പോയി. അതിനുശേഷം പിന്നീട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആഡ്സൻസ് കിട്ടാതെ ഒരു സിറ്റുവേഷൻ വന്നിരുന്നു. പിന്നെ നമ്മൾ ചെയ്തില്ല. കുറേ നാൾക്ക് ശേഷം നമ്മൾ തന്നെ ഖത്തറിലെ അഡ്രസ്സിലാണ് നമ്മളിപ്പം ആഡ്സൻസ് റെഡിയാക്കി എടുത്തേക്കുന്നത്. അപ്പം അതിന് ശേഷമാണ് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതും വീഡിയോസ് ഇടാനായിട്ട് തുടങ്ങിയത്. ഇപ്പം നമ്മൾ 1 വർഷം മുമ്പ് കുറച്ച് നാൾ വീഡിയോസ് ഇട്ടു. അതിന് ശേഷം നമ്മൾ വീണ്ടും സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മുടെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2800 മണിക്കൂറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ മിനിമം വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ ടോപ്പ് സ്പീക്കിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതൊക്കെ കയറിയാണ്. നമ്മൾ ആ ഒരു ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ട് ഫോളോ ചെയ്യുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കയറിപ്പോയേനെ. അപ്പോൾ അത് നമ്മൾ ചെയ്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ വീഡിയോ ഇടാനായിട്ട് ട്രൈ ചെയ്യുകയാണ്. നമ്മളല്ല, ഞാൻ. ഓക്കെ, അപ്പം ഇതാണ് ശരിക്കും എൻ്റെ യൂട്യൂബിലെ ജേർണി. അപ്പം ഇന്നും ഇന്നലെയും അല്ലെങ്കിൽ കഴിഞ്ഞ 1 വർഷമൊക്കെ ആയിട്ട് വീഡിയോസ് ഇട്ടിട്ട് ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ചെയ്യുക. നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുക. റിസൾട്ട് എന്തായാലും വരുന്നതാണ്. ക്വാളിറ്റിയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എന്നാലും എനിക്ക് ക്വാളിറ്റിയിൽ ചെയ്തില്ലെങ്കിൽ എനിക്ക് സന്തോഷം വരില്ല. അതുകൊണ്ടാണ് ഞാനൊരു ക്വാളിറ്റി കൂടുതൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുള്ളത്. അപ്പം ഇതാണ് എൻ്റെ ഒരു ജേർണി. ഞാൻ ഇത്രയും കാലമായിട്ട് യൂട്യൂബിൽ നിന്ന് അങ്ങനെ ഒരു രൂപ ഉണ്ടാക്കിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇതൊരു പാഷൻ്റെ പുറത്ത് ഞാനിത് ചെയ്യുകയാണ്.
ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി മുന്നോട്ട് ഞാൻ ചെയ്യും തീർച്ചയായിട്ടും. ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഇതാണ് എൻ്റെ യൂട്യൂബ് ജേർണി. ഇപ്പോൾ അടുത്ത ദിവസം ഞാൻ എൻ്റെ ഡാഷ്ബോർഡൊക്കെ ചുമ്മാ തുറന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം ഇങ്ങനെ വീഡിയോസ് നിങ്ങൾക്ക് മോട്ടിവേഷൻ ആയോ അതോ നേരെ റിവേഴ്സ് അടിച്ചോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഞാൻ എൻ്റെ സ്റ്റോറി പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം എന്തായാലും കണ്ടതിന് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.